തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയെന്ന നടനും സംവിധായകനും ബി.ജെ.പി. അംഗവുമായ മേജർ രവി. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് തിരുവനന്തപുരത്തെ ഓരോ വോട്ടർമാരുടെയും കടമയാണ്. അദ്ദേഹം ജയിച്ചാൽ തിരുവനന്തപുരത്ത് വികസനത്തിൻ്റെ അത്ഭുതമായിരിക്കും ഉണ്ടാവുക എന്നും മേജർ രവി കുറിച്ചു. നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം രാജീവ് ചന്ദ്രശേഖറിനുള്ളതിനാൽ അതിൻ്റെ ഗുണം തിരുവനന്തപുരത്തിന് കിട്ടും. രാജീവ് ചന്ദ്രശേഖറിന് അഴിമതി നടത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 10 വർഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നില്ല. അത് ആവർത്തിക്കണമോ അതോ വികസനത്തിൻ്റെ പെരുമഴക്കാലം വരണമോ എന്നാണ് വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതെന്നും മേജർ രവി വിവരിച്ചു. മേജർ രവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടത് അനിവാര്യം. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് തിരുവനന്തപുരത്തെ ഓരോ വോട്ടർമാരുടെയും കടമയാണ്. അദ്ദേഹം ജയിച്ചാൽ തിരുവനന്തപുരത്ത് വികസനത്തിൻ്റെ അത്ഭുതമായിരിക്കും ഉണ്ടാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്നത്. മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ രാജീവ് ചന്ദ്രശേഖറിനെയും വിജയിപ്പിച്ചയക്കണം. തിരുവനന്തപുരത്തിനു വേണ്ടി സംസാരിക്കാൻ ലോക്സഭയിൽ ഒരു MP വേണം. ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മോദിയിലെത്തിക്കും. മോദിയുമായി നല്ല ബന്ധം രാജീവ് ചന്ദ്രശേഖറിനുള്ളതിനാൽ അതിൻ്റെ ഗുണം തിരുവനന്തപുരത്തിന് കിട്ടും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കാര്യങ്ങൾ ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ കഴിവുള്ളവനാണ്. രാജീവ് ചന്ദ്രശേഖറിന് 10 പൈസ കട്ടുമുടിച്ചു കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ അത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾക്കും ഗുണം ചെയ്യും. ജയിക്കേണ്ട സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെ എന്നതിൽ ഒരു സംശയവുമില്ല. ആർക്കെങ്കിലും വോട്ട് കുത്തിയിട്ട് കാര്യമില്ലല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി ഡൽഹിയിൽ പോയി തിരിച്ചു വരാമെന്നല്ലാതെ ഒരു നേട്ടവുമുണ്ടാകില്ല. അടുത്ത 5 വർഷത്തെ വികസനമാണ് പിന്നീടുള്ള 15 വർഷം ഉണ്ടാവുക. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ ചെയ്യുന്ന ഓരോ വോട്ടും അടുത്ത തലമുറക്കുള്ള വോട്ടാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതയാണ്. ജനങ്ങൾ വെറുക്കുന്നത് അഴിമതിയെയാണ്. രാജീവ് ചന്ദ്രശേഖറിന് അഴിമതി നടത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 10 വർഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നിട്ടില്ല. അത് ആവർത്തിക്കണമോ അതോ വികസനത്തിൻ്റെ പെരുമഴക്കാലം വരണമോ എന്നാണ് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ ചിന്തിക്കേണ്ടത്. അതേസമയം സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. സ്ഥാനാർത്ഥികളെല്ലാം ഉച്ചയോടെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. കോൺഗ്രസിൻ്റെ വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇന്നലെ പത്രിക സമർപ്പിച്ചിരുന്നു. സഹോദരി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം വൻ റാലിക്ക് ശേഷമാണ് പത്രിക സമർപ്പിക്കാൻ രാഹുൽ എത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.